സീറോ മലബാർ സഭയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളിൽ പിതാവിൻ്റെ അഭിപ്രായം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എത്രയും വേഗം നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സീറോ മലബാർ സഭയിൽ ഏകീകരിച്ച കുർബാന രീതി വരാനായിട്ട് സിനഡ് തീരുമാനമെടുത്തു. ആ സിനഡിൽ ഒരു അംഗമാണ് ഞാനും. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഒരു വിഭാഗം സീറോ മലബാർ സഭാംഗങ്ങൾ മുഴുവനായിട്ടും കുർബാന അൾത്താരയിലേക്ക് തിരിഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റൊരു വിഭാഗം പൂർണ്ണമായിട്ടും ജനാഭിമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ വ്യക്തിഗത സഭകളിൽ ആരാധനക്രമ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് മെത്രാന്മാരുടെ സിനഡിനെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സിനഡ് ഈ തർക്കത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വചന ശുശ്രൂഷയെല്ലാം ജനാഭിമുഖമാക്കാമെന്നും അനാഫ്ര ഭാഗങ്ങളെല്ലാം അൾത്താരാഭിമുഖമാക്കാമെന്നും സമാപന ശുശ്രൂഷ വീണ്ടും ജനാഭിമുഖമാക്കാമെന്നുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല സിനഡ് ഉണ്ടാക്കി. അതാണ് ഏകീകരിച്ച കുർബാന രീതി, ഔദ്യോഗികമായിട്ടുള്ള സീറോ മലബാർ സഭയുടെ കുർബാന രീതിയായിട്ട് മാറിയത്. അത് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇത് ആരുടെയും പക്ഷം ചേർന്നിട്ടെടുത്ത തീരുമാനമല്ല. എല്ലാവരെയും ഉൾക്കൊണ്ട് സിനഡിന് ഉത്തരവാദിത്വം മാർപ്പാപ്പ നൽകിയതുകൊണ്ട് എടുത്ത തീരുമാനമാണ്. ഇത് മാർപ്പാപ്പ അംഗീകരിക്കുകയും ഇതാണ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇനി ഇതിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അതിലേക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് സ്നേഹത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മീഡിയയിൽ പല ചാനലുകളും കാണുന്നൊരു വ്യക്തിയാണ്. ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി ഒട്ടും ക്രിസ്തീയമല്ല എന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ചെളി വാരി എറിയുന്നു, കുറ്റപ്പെടുത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. തെറ്റാണ്. സത്യം ആയിട്ടും എല്ലാവരും ഈ ഏകീകരിച്ച രീതിയിലേക്ക് എത്രയും വേഗം വരേണ്ടതാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്ന് ആക്രോശിക്കുന്നതും ക്രിസ്തീയമല്ല. ക്രിസ്തുവിൻ്റെ മാർഗം മറ്റുള്ളവരെ ശിക്ഷിക്കണമെന്ന്, തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നതല്ല. മറ്റുള്ളവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്ന മനോഭാവമാണ് ഈശോയ്ക്കുള്ളത്. ഞാൻ നിങ്ങളൊക്കെ തെറ്റ് ചെയ്തപ്പോൾ ഈശോയാണ് പാടുപീഡകൾ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, നമ്മുടെ തെറ്റുകൾക്ക് പ്രാശ്ചിത്തം ചെയ്തത്. നമ്മളും ആ ഒരു മനോഭാവത്തിലേക്കാണ് കടന്നു വരേണ്ടത്. ഏതെങ്കിലും വ്യക്തികൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തർപ്പിച്ച് പറയുന്നു, ഈ സിനഡ് കൃത്യമായിട്ട് തീരുമാനമെടുത്ത് മാർപ്പാപ്പ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഏകീകരിച്ച കുർബാന രീതി തന്നെയാണ് എല്ലാവരും എത്രയും വേഗം കൈക്കൊള്ളേണ്ടത്. അതിന് വ്യത്യാസമൊന്നുമില്ല. അതേസമയത്ത് അങ്ങനെ ചെയ്യാത്തവരെ ഉടനെ ശിക്ഷിക്കണമെന്ന് ആക്രോശിക്കുന്നതും ക്രൈസ്തവമല്ല. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് നാമെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് സ്വയം പരിഹാരം ചെയ്യുക. അല്ലാതെ അവരെ ശിക്ഷിക്കണം. അവർ ശിക്ഷിക്കാത്ത അധികാരികൾ മേജർ ആർച്ച് ബിഷപ്പോ അവിടുത്തെ ചാർജുള്ള ബിഷപ്പോ അവരൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മീഡിയയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊന്നും ക്രൈസ്തവമല്ലെന്ന് ശക്തമായിട്ട് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.